Assalamualaikum dear friends, welcome back to Shami's World. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവനോ ബീറ്ററോ ബട്ടറോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള എഗ്ലെസ് പ്ലം കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ കേക്കിന്റെ പ്രത്യേകത ഒരുപാട് ദിവസം കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്നും ഓണാക്കിയിട്ടില്ല. ഇതിലോട്ട് ഞാനിവിടെ 2 കപ്പ് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അതും കറുത്ത മുന്തിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 1/2 കിലോ വരും നമുക്ക്. അടുത്തത് രണ്ടാമത്തെ കപ്പും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള അളവ് കപ്പ് 250 ml കപ്പിന്റെ അളവിനാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഏത് കപ്പിന്റെ അളവിലാണോ എടുക്കുന്നത് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ആ കപ്പിന്റെ അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ മുന്തിരി ഒന്ന് നമുക്ക് വെന്ത് വരണം, ഈ വെള്ളത്തിൽ കിടന്നു. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് സ്പൈസസ് ചേർക്കാനുണ്ട്. ഒരു ചെറിയ പീസ് പട്ട, അതുപോലെ തന്നെ 3 ഏലക്ക, അതുപോലെ തന്നെ 3 ഗ്രാമ്പു. ഇതിൻ്റെ കൂടെ കിടന്ന് ഇതൊന്ന് വെന്ത് വരണം, ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കൂട്ടി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മുന്തിരി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇനി നമുക്കിതൊന്ന് തണുത്ത് വരണം. നമ്മൾ വേവിച്ച് വെച്ച മുന്തിരി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇനി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചൊഴിക്കണം. ഇനി നമുക്ക് അരിച്ചൊഴിക്കാം. ഒരു സ്പാച്ചിൽ വെച്ചോ ഒരു സ്പൂൺ വെച്ചോ ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ജ്യൂസും അങ്ങ് വീണോളും. കുരുവൊന്നും അരഞ്ഞു പോയിട്ടില്ല, അതുപോലെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാ ജ്യൂസും കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിന്റെ ആവശ്യമില്ല. ഇനി നമുക്കിത് കളയാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു കടായി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചെടുത്ത ജ്യൂസ് ഈ കടായിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഫ്ലെയിം ഞാൻ കൂട്ടി തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ആണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക, ഒരു മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം. ഇതിലോട്ട് ഒരു മീഡിയം സൈസ് നാരങ്ങ അതിൻ്റെ അകത്തെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിലോട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. കുരു വീണിട്ടുണ്ടെങ്കിൽ എടുത്ത് മാറ്റിക്കളയാം. ഈ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറുത്ത മുന്തിരിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതൊക്കെ ഉണ്ടോ അതെല്ലാം ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1/2 കപ്പ് സാധാരണ മുന്തിരി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് ചെറുതായിട്ട് മുറിച്ച അണ്ടിപ്പരിപ്പ്. അടുത്തതായിട്ട് ഈന്തപ്പഴമാണ് ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചത്, അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ചെറിയാണ്, ഞാൻ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്, അതും ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈന്തപ്പഴം എടുത്തത് 1/4 കപ്പ് തന്നെയാണ്. അടുത്തതായിട്ട് ട്യൂട്ടി ഫ്രൂട്ടിയാണ്, 1 ടേബിൾ സ്പൂൺ ഞാൻ മഞ്ഞ കളറാണ് എടുത്തിട്ടുള്ളത്, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് പച്ച കളർ ട്യൂട്ടി ഫ്രൂട്ടി, അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഓറഞ്ച് നിറത്തിലുള്ള ട്യൂട്ടി ഫ്രൂട്ടിയാണ്, അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കളറാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടിയിട്ട് ഒരു 1/4 കപ്പ് എടുക്കുക. ഇനി എല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ ആവശ്യമുള്ളത് നമ്മുടെ കറുത്ത മുന്തിരിയാണ് കൂടുതൽ ഇതിന് ആവശ്യം വരുന്നത്. ഇനി ഇത് നമുക്ക് ഒന്ന് വറ്റി വരണം. ഒരുപാട് അങ്ങ് ഡ്രൈ ആവാൻ പാടില്ല, ചെറിയ ലൂസോട് കൂടി ഒന്ന് വറ്റി വരണം. അപ്പോൾ ഞാൻ 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഒന്ന് ഇതുപോലെ തൊട്ട് നോക്കുമ്പോൾ ഒന്ന് ഒട്ടണം. ഒരു നൂൽ പാവാവേണ്ട ആവശ്യമില്ല, അത് ജസ്റ്റ് ഒന്ന് ഒട്ടുന്ന പരുവാവണം. അപ്പം നമ്മുടെ മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഒരു ദിവസം ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പാടില്ല, റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് വെച്ച് കൊടുക്കാനുള്ളത്. ഇനി മൂടി വെക്കാം. ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ ഉണ്ടാക്കി മാറ്റി വെച്ച ഫ്രൂട്ട്സിന്റെ മിക്സ് ഒരു ദിവസം കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. ഇനി നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഞാൻ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്നും ചെയ്യണ്ട, ഇത് കുറച്ച് സമയം ആകുമ്പോഴത്തേക്ക് കാരമലായി വന്നോളൂ.
അപ്പോൾ നമ്മുടെ പഞ്ചസാര കാരമലായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കുറച്ചും കൂടെ ആവാനുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ഒന്ന് നമുക്ക് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. പഞ്ചസാര ലൈറ്റ് ബ്രൗൺ കിട്ടിയാൽ മതി. ഒരുപാട് കരിഞ്ഞു പോയാൽ ഈ കേക്കിന് ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പഞ്ചസാര എല്ലാം അരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. തിളപ്പിച്ച് മാറ്റി വെച്ച 1/2 കപ്പ് വെള്ളം മാറി നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കട്ടയായിട്ടിരിക്കുന്നതെല്ലാം അലിഞ്ഞു വരുന്നതാണ്. പഞ്ചസാരയിലെ കട്ടയെല്ലാം അലിഞ്ഞ് കാരമലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അതിനുശേഷം ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഇതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ള ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഞാൻ വെച്ച് കൊടുത്തു. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലത്തെ ഒരു പാത്രം നമുക്ക് വെച്ച് കൊടുക്കാം. ചൂട് എല്ലാ വശത്തും ഒരുപോലെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് മൂടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കേക്ക് ടിന് ഓയിലെല്ലാം ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഇവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇത് ചെയ്ത് വെക്കുക. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. കുറച്ച് സ്പൈസസ് ചേർക്കാനുണ്ട്. 3 ഏലക്കയുടെ തൊണ്ടെല്ലാം കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. 5 ഗ്രാമ്പു, ഒരു ചെറിയൊരു പീസ് പട്ട. ഇനി നന്നായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ട് വരാം. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച പഞ്ചസാര ഒന്ന് നമുക്ക് അരിച്ചെടുക്കണം. പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും ഒക്കെ ചെറിയ പീസുകളുണ്ടെങ്കിൽ മാറുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് മൈദാ മാവ് ഒന്ന് അരിച്ചെടുത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം 1 കപ്പ് ഇട്ട് കൊടുത്തു. ഇനി 1/2 കപ്പ്. മാവ് കുത്തി നിറച്ച് എടുക്കാൻ പാടില്ല. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 പിഞ്ച് ഉപ്പ്. ഇനി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒരു പ്രാവശ്യം അരിച്ചെടുത്ത മാവ് ഒന്നുകൂടി നമുക്ക് അരിച്ചെടുക്കാം. മാവ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് മിക്സിംഗ് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 കപ്പ് തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തൈരൊന്ന് നമുക്ക് ഇതുപോലെ ഒരു വിസ്ക് കൊണ്ട് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ച് മാറ്റി വെച്ച മാവ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര കാരമൽ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ഓയിൽ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ ഒരിക്കലും എടുക്കാൻ പാടില്ല. മണമുള്ള ഓയിലൊന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ അരിച്ചെടുത്ത് വെച്ച മാവിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഞാൻ ഒരു 10 ബദാമും 10 അണ്ടിപ്പരിപ്പും ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിക്സ് ചെയ്ത് വെച്ച കേക്കിന്റെ ബാറ്റർ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കേക്കിന്റെ ബാറ്റർ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്ക്വയർ വെച്ച് ഇതുപോലെ ആക്കി കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടായി കിടക്കുന്ന പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന പാത്രത്തിലോട്ട് ഇത് വെച്ച് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും പുറത്ത് ഇടുന്നില്ല. കുറച്ചൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കി. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിന്റെ പുറത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പൊ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഞാൻ ഇത്രയും സമയം മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ലോ ടു മീഡിയത്തിലാക്കാം. ഇനി നമുക്ക് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം.
അപ്പോൾ ഞാൻ എന്താ തുറന്ന് നോക്കിയാണ്, എനിക്കിവിടെ 1.5 മണിക്കൂറാണ് എടുത്തിട്ടുള്ളത്. 1 മണിക്കൂർ ആയപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തു. പിന്നീട് അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ആയിട്ടില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആയിട്ടുണ്ടായിരുന്നു. ഒന്ന് നമുക്ക് സ്ക്വയർ വെച്ച് ഒന്ന് കുത്തി നോക്കാം. ഇത് ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടത് കൊണ്ടാണ് 1.5 മണിക്കൂർ എടുത്തത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടാണല്ലോ പ്ലം കേക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ 1.5 മണിക്കൂർ നമുക്ക് എടുക്കും. ഇനി നമുക്ക് ഈ ചൂടിൽ നിന്ന് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് നന്നായിട്ട് തണുക്കാൻ വേണ്ടി ഇത് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ കേക്ക് ഞാൻ ഇവിടെ 1 ദിവസം കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം 1 ദിവസം കഴിഞ്ഞെടുത്തപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ പ്ലം കേക്ക് കൂടുതൽ വെക്കും തോറുമാണ് ഇതിന്റെ ടേസ്റ്റ് കൂടുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റാം. കേക്ക് ടിന്നിൽ നിന്നും നമ്മുടെ കേക്ക് പുറത്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് കിട്ടും. ഇനി ഇതിന്റെ ബട്ടർ പേപ്പറൊക്കെ നമുക്ക് മാറ്റാം. അപ്പൊ സൈഡിലെ ബട്ടർ പേപ്പർ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അടിവശത്തെയും കൂടെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അപ്പൊ അതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്, അടിപൊളി മണമാണ്. അപ്പൊ ഇതിൽ കൂടുതൽ ദിവസം ഇരിക്കും തോറും നല്ല ടേസ്റ്റാണ്. മുട്ടയൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇത് കൂടുതൽ ദിവസം ഇരിക്കും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. അപ്പൊ ഞാൻ എന്താ ഒരു പീസ് കേക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്, അടിക്കൊന്നും കൂടിയിട്ടില്ല. ഇതിൽ ഞാൻ മുട്ടയൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം നമുക്ക് സൂക്ഷിക്കാനും പറ്റും. കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ ഘട്ടത്തിലും ഞാൻ സമയം പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക, എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ഇതില് ആൽക്കഹോളോ വൈനോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. പക്ഷെ എങ്കിലും അതുപോലത്തെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്, ബേക്കറി സ്റ്റൈലുള്ള അതിനേക്കാളും ടേസ്റ്റിലുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. പ്ലം കേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് റിച്ച് ആയിട്ടുള്ള ഒരു കേക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ 1.5 മണിക്കൂർ സമയം എടുത്തിട്ടുള്ളത്. അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.